ഹായ് ഫ്രണ്ട്സ്, പപ്പായ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന്. പപ്പായ ചെറുതായി അരിഞ്ഞ് കഴുകിയത് ഒരു ബൗൾ, ഒരു അര ബൗൾ, ഹാഫ് ബൗൾ നമ്മൾ തേങ്ങ ചതച്ചത്, 2 വറ്റൽമുളക്, കറിവേപ്പില, ഉഴുന്ന് പരിപ്പ്, ഉപ്പ്, ഇവയാണ് നമുക്ക് ആവശ്യമുള്ളത്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കഴുകി വാരി നമ്മൾ വച്ചേക്കുന്ന ആ ഉഴുന്ന് പരിപ്പ് ചേർക്കുക. ഉഴുന്ന് പരിപ്പ് നന്നായിട്ടൊന്ന് ചുവന്ന വെള്ള നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ നമ്മളെടുത്ത് വച്ചേക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇവ രണ്ടും ചേർത്തിട്ട് അരിഞ്ഞു വച്ചേക്കുന്ന പപ്പായ ആഡ് ചെയ്യുക. പപ്പായ ചേർക്കുമ്പോൾ നമ്മൾ അതിലേക്ക് അതിനുള്ള ഉപ്പും കൂടെ ചേർക്കേണ്ടതാണ്. അപ്പോൾ ഇത് രണ്ടും അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതിലെ വെള്ളം ഊറി വരും. വെള്ളം ഊറി വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ അത് മാറും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അടച്ച് വേവിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. തുറന്ന് തന്നെ വെച്ച് വേവിക്കുക, വളരെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ ആ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ പിന്നെ അധിക സമയത്തൊന്നും നമ്മൾ അടുപ്പത്ത് വയ്ക്കരുത്. തേങ്ങയിൽ ജീരകവും പച്ചമുളകും മാത്രമാണ് തേങ്ങയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൂന്നും കൂടെ ചതച്ചെടുക്കുക. ഇടികല്ലിൽ വെച്ച് ചതച്ചു എടുക്കുക. മിക്സിയിൽ നമ്മൾ അരച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചതച്ച് തന്നെ എടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. ഒരു ബൗളിൽ തേങ്ങയും 2 പച്ചമുളകും ജീരകവും കൂടെ ഇട്ടൊന്ന് ചതച്ചാലും മതിയായിരിക്കും. അപ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് ഉടൻ തന്നെ അത് ഇറക്കുക. അധിക സമയമൊന്നും പിന്നെ അടുപ്പത്ത് വയ്ക്കേണ്ട. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു